അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗൂഗിളിൽ പോവുക, incometax.gov.in എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റിനകത്ത് നമ്മൾ കയറുക. അകത്തോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആയിരിക്കും വരുന്നത്. റൈറ്റ് കോർണറിൽ നമുക്ക് രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. അവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഭാഗത്ത് നമ്മുടെ പാൻ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വാലിഡേറ്റ് കൊടുത്ത ശേഷം നമുക്ക് അവിടെ യെസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം നമ്മുടെ പാൻ നമ്പർ അവിടെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ പേര്, അതുപോലെ തന്നെ ഡീറ്റെയിൽസും ജെൻഡറും പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും, അതുപോലെ തന്നെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഇന്ത്യയിലാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റെസിഡൻ്റ് ആണെന്നുള്ള രീതിയിൽ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസായ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡിയും പിന്നെ അഡ്രസ്സുമാണ് ചോദിക്കുന്നത്. പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്താണ് നമ്മൾ പാൻ എടുത്ത സമയത്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഡീറ്റെയിൽസ് അത് അതേപടി കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പിൻ കോഡ് പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഓഫീസും ബാക്കി കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി വരും. അതിനുശേഷം ഒരു മൊബൈലിലോട്ടും ഇമെയിലിലോട്ടും ഒരു OTP വരും. ഈ 2 OTPയും പ്രോപ്പറായിട്ട് എടുക്കുക. അത് OTP എൻ്റർ ചെയ്യുക. പിന്നെ അതിനുശേഷം വരുന്ന ബേസിക് ഡീറ്റെയിൽസ് കാണിച്ചിട്ടുള്ളൊരു സൈറ്റായിരിക്കും. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തതിന് ശേഷം പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിനകത്തേക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. അപ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രോപ്പർ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യുക. അത് കൺഫേം ചെയ്യണം. പാസ്വേഡ് കൺഫേം ചെയ്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ നമ്മൾ ഇതായി കഴിഞ്ഞു. ഇനി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളിനി പ്രൊസീഡ് ടു ലോഗിൻ എന്ന് കൊടുത്തതിന് ശേഷം നമ്മുടെ യൂസർ ഐ ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻ നമ്പറാണ്. പാൻ നമ്പർ കൊടുത്തതിന് ശേഷം നമ്മുടെ പാസ്വേഡും കൊടുക്കുക. പാസ്വേഡും കൊടുത്ത് നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കിട്ടും. നമ്മുടെ അക്കൗണ്ട് ലോഡായി വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ അക്കൗണ്ട് ഇരിക്കുന്നത്. മീൻസ് ഇതിൻ്റെ അകത്ത് നമുക്ക് ടാക്സ് ഡെപ്പോസിറ്റ് ബാക്കി പരിപാടികളെല്ലാം നോക്കാം.